രാവിലെ നോമ്പ് പിടിച്ച് നിസ്കാരം കഴിഞ്ഞ് ജോലിക്ക് പോയ ഹമീദിന് ഗോഡൌണിലെ കട്ടിപ്പണിക്കിടയിൽ പലതവണ കൈകാലുകൾ കൊഴിഞ്ഞു പോകുന്നതായി തോന്നി. പുണ്യ റംസാൻ മാസത്തിന്റെ പരീക്ഷണങ്ങളായി കണ്ട് ചെറുപുഞ്ചിരിയോടെ ഹമീദ് ജോലിയെല്ലാം ചെയ്തു തീർത്തു. പക്ഷേ കൂലി നാളെ തരാമെന്ന് സേട്ട് പറഞ്ഞപ്പോൾ ഹമീദിന്റെ ചിരി മാഞ്ഞു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കുമ്പോൾ നോമ്പ് വീട്ടിൽ കാത്തിരിക്കുന്ന ബീവിക്കും പൊന്നുമക്കൾക്കും ഒന്ന് വാങ്ങിയില്ലല്ലോ എന്നോർത്തവൻ വിങ്ങിപ്പൊട്ടി. ക്ഷീണം കൊണ്ടും സങ്കടം കൊണ്ടും ഉള്ളി നീറിയ ഹമീദിന്റെ കണ്ണിൽ ഇരുട്ട് കയറി. പെട്ടെന്ന് അവൻ കൊഴിഞ്ഞ് താഴേക്ക് വീണു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരോ വന്നവനെ തട്ടി വിളിച്ചുണർത്തി മെല്ലെ പിടിച്ചെണീപ്പിച്ചു. വെളുത്ത കുപ്പായമിട്ട ആ വലിയ മനുഷ്യൻ കരുണയോടെ ചോദിച്ചു, വല്ലതും കഴിച്ചോ? അവൻ ക്ഷീണത്തോടെ ഇല്ലെന്ന് തലയാട്ടി. അദ്ദേഹം ഹമീദിനെ തന്റെ ആഡംബര കാറിൽ കയറ്റി ഓടിച്ചുപോയി. ആ കാർ ചെന്നെത്തിയത് ടൗണിലുള്ള ചിക്കിങ്ങിന്റെ ഔട്ട്ലെറ്റിലായിരുന്നു. ഈ നോമ്പ് കാലത്ത് ചിക്കിങ്ങിന്റെ ഇഫ്താർ സ്പെഷ്യൽ കോംബോ പാക്കുകൾ തേടിയെത്തിയ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഹമീദിനും വീട്ടുകാർക്കുമായി 3-4 പാക്കറ്റുകൾ ഡെലിവറി വാങ്ങി ആ വെളുത്ത കുപ്പായക്കാരൻ അവനെ കാറിൽ കയറ്റി വീട്ടുപടിക്കൽ കൊണ്ടാക്കി നല്ലൊരു പുഞ്ചിരി സമ്മാനിച്ച് തിരിച്ചുപോയി. അയാളുടെ ചിരിയിൽ മനം കുളിർത്ത് വീടിനുള്ളിലേക്ക് തിരിയുമ്പോൾ ഹമീദിനെ കാത്ത് ബീവിയും കുട്ടികളും വാതിൽക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ രാത്രി അവർക്കേറെ പ്രിയപ്പെട്ടതായിരുന്നു. വയറ് നിറയെ കഴിച്ച് മനം നിറച്ച് കുട്ടികൾ ഉറങ്ങാൻ കിടന്നു. ഉണ്ടായതൊക്കെ അവൻ അത്ഭുതത്തോടെ ബീവിയെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ ഉൾക്കുളിരോടെ അവൾ പറഞ്ഞു, ആ നല്ല മനുഷ്യനെ റബ്ബ് കാക്കട്ടെ എന്ന്. മേശപ്പുറത്തെ പൊട്ടിച്ച പാക്കറ്റുകൾക്കിടയിൽ കിടന്ന ബില്ല് കണ്ട് ഹമീദ് വല്ലാതെ ഞെട്ടി. ഇത്രയുമൊക്കെയുള്ള ചിക്കിങ് കോംബോ പാക്കിന് വെറും 99 രൂപയോ? ഏതോ ഒരാൾ ഹമീദിനെ സന്തോഷിപ്പിച്ചതുപോലെ ഇഫ്താർ സ്പെഷ്യൽ കോംബോ പാക്കുമായി ചിക്കിങ് ഔട്ട്ലെറ്റുകൾ നാടാകെ സന്തോഷം വാരി വിതറുകയാണ്. ഇത്തവണത്തെ നോമ്പുകാലം ചിക്കിങ്ങിനൊപ്പം ആവട്ടെ.